ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ ഗുരുവായൂരപ്പാ ശരണം. സാധ്യം രാധാ സാധനം യസ്യ രാധാ, മന്ത്രോ രാധാ മന്ത്രധാത്രീ ച രാധാ, സർവം രാധാ ജീവനം യസ്യ രാധാ, രാധാ വാചികം തസ്യ ശേഷം. ജയ ജയ ശ്രീ രാധേശ്യാം. ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, കണ്ണാകാർവർണ്ണ കൃഷ്ണ ഹരേ ജയ. ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ ആ പാദത്തിലെ പ്രണാമം, എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിലെ സാഷ്ടാംഗ പ്രണാമം. ഈ ഉണ്ണിക്കണ്ണൻ്റെ മുന്നിൽ കുറേ ദിവസങ്ങളായി നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒത്തുകൂടിയിട്ട് ഒരു സത്സംഗത്തിന് വേണ്ടിയിട്ട്. ഭഗവാൻ വീണ്ടും നമ്മളെല്ലാവരെയും ആ അതിരറ്റ വാത്സല്യം കൊണ്ട് ആ ഉണ്ണിക്കണ്ണൻ നമ്മളേത് അവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുകയാണ്. ഒരുപാട് അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ധാരാളം പേർക്ക് നൽകിക്കൊണ്ട് ഈ കലികാലത്ത് പ്രത്യക്ഷ കൃഷ്ണനായിട്ടിതാ ഉണ്ണിക്കണ്ണൻ ഇവിടെ സുന്ദരമായിട്ട് വിലസിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് മുതൽ 5 ദിവസം ശാസ്താരം എന്ന് പറഞ്ഞിട്ട് ഒരു യജ്ഞം തുടങ്ങണു. ആ യജ്ഞത്തിൻ്റെ എല്ലാ ഗുരുവായൂരപ്പൻ്റെ ഇച്ഛ പോലെ ആ യജ്ഞത്തിൻ്റെ നടത്തിപ്പുകാരും എല്ലാവരും കൂടിയിട്ട് പരിശ്രമിച്ചിട്ട് 5 ദിവസത്തെ ഒരു യജ്ഞമാണ്. എല്ലാം ഭംഗിയാവാനായിട്ട് ഉണ്ണിക്കണ്ണൻ്റെയും അയ്യപ്പസ്വാമിയുടെയും ഗുരുവായൂരപ്പൻ്റെയൊക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാം ഒരേ ചൈതന്യം തന്നെയാണെങ്കിലും പല ഭാവത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ഭാവത്തിലൂടെയൊക്കെ നോക്കിക്കാണാൻ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പേരുകളും പറഞ്ഞത്. അയ്യപ്പസ്വാമിയെ പറ്റിയിട്ട് ഇവിടെ പറയണം എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയേണ്ടതെന്ന് നിശ്ചയമില്ല. കണ്ണൻ്റെ കഥ പറയാൻ ഒരുപാട് സുഖമാണേനും സന്തോഷമാണേനും. കാരണം കുട്ടികളുടെ കഥകളല്ലേ, അത് പറയാൻ വലിയ സുഖമായിട്ട് പറയാം. അതേപ്പറ്റി അയ്യപ്പസ്വാമിയെ പറ്റി പറയണം എന്ന് പറയുമ്പോൾ അത് ഭഗവാൻ തന്നെ തന്നൊരു നിയോഗമാണ്. ഉണ്ണിക്കണ്ണനായിട്ട് ഇവിടെ വിലസുണ്ടെങ്കിലും ആ മണികണ്ഠൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഭഗവാൻ. അപ്പോൾ കുട്ടികളെ പറ്റി പറയണ കേൾക്കാൻ അച്ഛനമ്മമാർക്ക് വലിയ സന്തോഷമാണല്ലോ. അതുകൊണ്ടാണ് ഈ തിരുനടയിൽ ഇരുന്നിട്ട് ആ അയ്യപ്പൻ്റെ അവതാരത്തെ പറ്റിയിട്ടും അയ്യപ്പൻ്റെ ഗുണഗണങ്ങളെ പറ്റിയൊക്കെ പറയുമെന്ന് പറയണേ. അത്രയ്ക്കൊന്നും എനിക്കില്ല. ഞാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഉണ്ണിക്കണ്ണൻ്റെ ആ കുറുമ്പുകളും കളികളും നോക്കി നടന്നിട്ട് ബാക്കിയൊക്കെ കാണാൻ മറന്നുപോയ പോലെയാണ്. എന്നാലും അറിയുന്നത് പോലെ നമുക്ക് ആ മണികണ്ഠസ്വാമിയുടെ ചരിതങ്ങളെ അനുസ്മരിക്കാം. അറിയണ പോലെ പറഞ്ഞു തരാം.
പറയുക കേൾക്കുക എന്നുള്ളതൊന്നുമില്ല. നമുക്കുണ്ടായ ഓരോ അനുഭവങ്ങൾ അതാ പങ്കുവയ്ക്കുക, അത്രയേ ഉള്ളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ശരണം വിളികൾ മുഴങ്ങണ ഒരു കാലഘട്ടമാണ് ഈ വൃശ്ചികം 1-ാം തീയതി മുതലേ തന്നെ ആ ശരണം വിളികളുടെ ആഘോഷങ്ങളായിട്ട് ശരണം വിളികളും ആ കെട്ടുനിറകളും അയ്യപ്പൻ പാട്ടുകളും ഒക്കെ നിറഞ്ഞു നിൽക്കേണ്ട ഒരു അന്തരീക്ഷമായിരുന്നു. പക്ഷേ ഇത്തവണ നമുക്ക് അതൊന്നുമില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്തവണയൊന്നല്ല, കുറച്ച് കാലമായിട്ട് നമ്മൾ അതിൽ നിന്നെല്ലാം വിമുഖരായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഓരോന്നും ചെയ്യണേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. മുഴുവനും നമുക്ക് മനസ്സിലാക്കാനോ അറിയാനോ സാധിക്കില്ല. എങ്കിലും നമ്മളുടെ ഗുരുകാരണവന്മാർ പറഞ്ഞു തന്ന വഴി നടക്കാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതും ഉപേക്ഷിച്ച് കുറേ കാലം ആയി അല്ലേ. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ ശബരിമല കാലം, ആ മണ്ഡലക്കാലം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാലമാണ്. നാമജപങ്ങളെ കൊണ്ട് മുഴങ്ങണ ഒരു കാലമാണ്. എല്ലാ ഹൃദയങ്ങളിലും സന്തോഷമുള്ള കാലമാണ്. എല്ലാ വീടുകളിലും ഐശ്വര്യവും വൃത്തിയും വെടുപ്പുള്ള കാലമാണ് അല്ലേ. ആ സമയം വരുമ്പോഴേക്കും വീടൊക്കെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി എല്ലാ ദിക്കും ശുദ്ധമാക്കി തീർത്ത് രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഒരു 3-3:30 ഇരിക്കുക. ആ സമയം വരുമ്പോഴേക്കും കാതോർത്താൽ കേൾക്കാം എത്രയോ ദൂരെ നിന്ന്, വളരെ അകലെ നിന്ന് അയ്യപ്പസ്വാമിമാർ ശബരിമലയ്ക്ക് മാലയിട്ടാൽ പിന്നെ അയ്യപ്പസ്വാമി തന്നെയായി അവരും. ആ സ്വാമിമാരുടെ ശരണം വിളി കേൾക്കാം. അത് എത്രയോ ദൂരെ നിന്നാണ്. അത് ആ ശരണം വിളി കേൾക്കാൻ തന്നെ ഒരു രസമുണ്ടായിരുന്നു. അത് ഇന്നത്തെ പോലെയൊന്നുമല്ല. ശരിക്കും ആ മനസ്സിൽ നിറഞ്ഞ് ആത്മാർത്ഥമായിട്ട് ആ ഉറക്ക ശരണം വിളിക്കും. അതിദൂരേന്ന് ആ ശരണം വിളി കേൾക്കുമ്പോൾ ഓരോരോ ഗൃഹങ്ങളിൽ നിന്നുള്ള സ്വാമിമാർ അവരോടൊപ്പം ചേർന്ന് അടുത്ത് ഉള്ള ഏതാണ് പുഴയോ കുളമോ എന്താണല്ലേ ജലസ്രോതസ് എന്ന് വെച്ചാൽ അവിടെ പോയി മുങ്ങി കുളിച്ച് ശുദ്ധമായി വന്ന് അമ്പലങ്ങളിൽ, അടുത്തുള്ള അമ്പലങ്ങളിൽ പോയിട്ട് അവിടെയും ഉറക്ക ശരണം വിളിക്കും. ഏതൊരു അമ്പലമായിക്കോട്ടെ അവിടെ ചെന്നാലും സ്വാമിയേ ശരണമയ്യപ്പ സ്വാമി ശരണം, അത് നീട്ടി തന്നെയാണ് വിളിക്കുക. ഇന്നത്തെ ശരണം വിളി പോലെയല്ല. ഇന്ന് സ്വാമിയെ ഒരാൾ വിളിക്കുന്ന ശരണമയ്പ്പ, സ്വാമിയെ ശരണമയ്പ്പ, ഇത്രയേ ഉള്ളൂ ഇന്ന്. മറ്റേതങ്ങനെയല്ല, സ്വാമിയേ അങ്ങനെ ഇവിടെ വിളിക്കുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ അയ്യപ്പസ്വാമി ഇങ്ങനെ ഉണർന്ന ഒരു അനുഭവം നമുക്കുണ്ടാവും. സ്വാമിയേ ശരണമയ്യപ്പ സ്വാമി ശരണം എന്ന് മുഴുവൻ തന്നെ പറയും. ഒരാൾ സ്വാമിയെ വിളിക്കുമ്പോൾ മറ്റുള്ളവർ ശരണമയ്യപ്പ എന്നുള്ളതോ അങ്ങനെ ധാരാളം വായ്ത്താരികളോട് കൂടിയിട്ടാണ് ആ ശരണം വിളി മുഴങ്ങുക. എല്ലാ ഗൃഹങ്ങളിലും എല്ലാവരും നേരത്തെ എഴുന്നേൽക്കും ആ സമയത്തിൽ. പണ്ട് എല്ലാ ഗൃഹങ്ങളിലും ആ 4-4:30 ആകുമ്പോൾ തന്നെ എഴുന്നേൽക്കുന്ന ഗൃഹങ്ങളാണ് ഉള്ളത്. ഇതിനായിട്ടൊരു പ്രത്യേകം എഴുന്നേൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേ ഗുരുവായൂരപ്പ, ഇത് അത്രയും നേരത്തെ എഴുന്നേറ്റ് ആ വീടും പരിസരമൊക്കെ അടിച്ച് വൃത്തിയാക്കി ആ ഗൃഹമൊക്കെ അടിച്ചു വാരി തുടച്ച്. കാരണം ഇവർ കുളിച്ചിങ്ങോട്ട് വരുമ്പോഴേക്കും അയ്യപ്പസ്വാമിയാണ് നമ്മളുടെ ഗൃഹത്തിലേക്ക് കയറി വരണത് എന്നുള്ള ഭാവമാണ് ആ ഗൃഹത്തിലുള്ള ഓരോ അമ്മമാർക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശുദ്ധികളും അവിടെ നടത്തിയിട്ട് ഭഗവാനെ തന്നെ ആനയിച്ചിരിക്കുകയാണ്. ഭഗവാന് തന്നെ അതാ ഭക്ഷണമൊക്കെ കൊടുക്കണത് സ്വാമിക്ക് വിളമ്പണ പോലെ അത്രയും പരിശുദ്ധമായിട്ട് ആ ശുദ്ധിയോടും വൃത്തിയോടും കൂടിയിട്ട് തന്നെയാണ് കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് സ്വാമിമാരായിട്ട് മലയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങണ അവർക്കുണ്ട് 41 ദിവസം വ്രതം എടുത്തിട്ടാണ് ശബരിമലയ്ക്ക് പോകേണ്ടത്. 41 ദിവസത്തെ വ്രതം. രാവിലെ എഴുന്നേറ്റ് കുളിക്കുക, ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല,
അലങ്കാരങ്ങളൊന്നും പാടില്ല. ഭസ്മം ചന്ദനമല്ലാണ്ട് മറ്റുള്ള അലങ്കാരങ്ങൾ, പൗഡർ ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. പിന്നെ മോടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. കറുപ്പ് മാത്രമേ ഉടുക്കാൻ പാടുള്ളൂ. അത് എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും ശരി, ശബരിമല മാലയിട്ടാൽ, ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് കഴിഞ്ഞാൽ ആ കറുത്ത വസ്ത്രം മാത്രമാണ് അവരുടുക്കുക. എവിടെ ചെന്നാലും അവർക്ക് നല്ല ആദരവാണ് ശരിക്കും. പണ്ടൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബസ്സിലൊക്കെ കയറുമ്പോൾ സ്വാമിമാർ കയറിയാൽ പലരും എഴുന്നേറ്റിരുന്ന് അവർക്ക് സീറ്റ് കൊടുക്കും. ഇന്ന് വയസ്സായി വയ്യാണ്ടായവർ കയറിയാലും സീറ്റ് കൊടുക്കില്ല. കാലങ്ങൾ അങ്ങനെ. ആ സ്വാമിയെ എങ്ങനെയാണോ നമ്മൾ കാണണത് അതുപോലെ തന്നെയാണ് സ്വാമിമാരായിട്ട് മലയ്ക്ക് പോകാൻ ഒരുങ്ങിക്കുന്ന ഭക്തന്മാരെയും കരുതുന്നത്. അയ്യപ്പനും ഭക്തനും ഭഗവാനും ഒന്നാണ് എന്നുള്ള തത്വം പ്രത്യക്ഷമായിട്ട് കാണുന്ന ഒരു സമയമാണ് ഈ മണ്ഡലക്കാലം. അപ്പോൾ ധാരാളം സംശയങ്ങൾ ഇതിനെ പറ്റിയിട്ടുണ്ട്. അത് മുഴുവനായിട്ട് എല്ലാ സംശയവും ഒരു ദിവസം കൊണ്ടല്ല, 4-5 ദിവസം പറയണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെയായിട്ട് കുറേ കാര്യങ്ങൾ, നമുക്ക് അറിയണ കാര്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാം. അച്ഛനൊക്കെ, എനിക്ക് ആദ്യമൊക്കെ ശീലം ഉണ്ടായത് അച്ഛനും ഏട്ടന്മാരും അടുത്തുള്ള വലിയച്ഛന്മാരും ചെറിയച്ഛന്മാരൊക്കെ അവരൊക്കെ കൂടിയിട്ടാണ് മലയ്ക്ക് പോവുക. അപ്പോൾ ആ കെട്ട് നിറച്ച് മലയ്ക്ക് പോവുക എന്ന് പറയണതൊക്കെ, കെട്ട് നിറയും മലയ്ക്ക് മാലയിടലും ഇതെല്ലാം ഒരു ശരിക്കും പറയുകയാണെങ്കിൽ അത്രയും ഒരു ഭക്തിയുടെ ആഘോഷം തന്നെയായിരുന്നു. മറ്റുള്ള ആഘോഷം പോലെയല്ല. ആ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ കേൾക്കണ ശരണം വിളികൾ, അതിൻ്റെ കൂടെ ആ സമയത്തൊക്കെ അധികം 10-ാം തീയതി പോലെയുള്ള വിശേഷങ്ങൾ അമ്പലങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ചെണ്ടമേളങ്ങളുടെയും അതിൻ്റെയൊക്കെ ശബ്ദങ്ങൾ ആ പുലർച്ചെ ഇങ്ങനെ കേൾക്കാം. ശരണം വിളിയുടെ ശബ്ദം കേൾക്കാം. ഇതൊക്കെ കേട്ടുകൊണ്ടുള്ള നല്ല സുന്ദരമായിട്ടുള്ള സുപ്രഭാതങ്ങളായിരുന്നു പണ്ട് കാലത്ത് ഈ മണ്ഡലക്കാലം. നമ്മളെല്ലാവരും കുറേ പേർക്ക് ഇത് അനുഭവമാണ്. അത് അനുഭവിക്കാൻ കഴിഞ്ഞത് ഭാഗ്യവാന്മാരെന്നേ പറയുള്ളൂ. ഇപ്പോൾ അതിനെപ്പറ്റി അറിയില്ല പറഞ്ഞ ആൾക്കാർക്ക്. കാരണം 4 മണി പോയിട്ട് 8 മണി വരെ സൂര്യൻ ഉദിക്കുന്നത് കാണുന്നുണ്ടോയെന്ന് സംശയമാണ്. എല്ലാ ഗൃഹങ്ങളിലുള്ളവരും ഇപ്പോൾ എങ്ങനെയാണ്, രാത്രി വളരെ നേരം, ഏറിയ നേരം രാത്രി ഇരുന്നിട്ട് രാവിലെ നേരം പണ്ട് സ്കൂളിൽ പഠിപ്പിക്കും നമ്മളെ ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ് എന്നുള്ളത് സ്കൂളിൽ പഠിപ്പിക്കും ഇംഗ്ലീഷിൽ. അത് രാവിലെ നേരത്തെ. അതുപോലെ നമ്മുടെ മലയാളത്തിലും കൊണ്ടിട്ടില്ല എന്നല്ല. വെളുക്കുമ്പോൾ ഉണരണം, ഉണർന്നാലെണീറ്റിരിക്കണം, ഇരുന്നാൾ കണ്ണടച്ചുള്ളിൽ ഇഷ്ടദൈവത്തെ ഓർക്കണം, അച്ഛനെ കാണണം, മുമ്പിൽ അമ്മയെ തൊഴുതിയിടണം, അച്ഛനമ്മമാർ കാണുന്ന ദൈവമാണെന്നും ഓർക്കണം. ഇതൊക്കെ എന്നും കുട്ടികളെ സന്ധ്യാദീപനാമത്തിൽ ജലിപ്പിച്ചേർന്നതാണ് പണ്ട് കാലത്ത്. അപ്പോൾ എല്ലാവരും നേരത്തെ എണീക്കുന്നവരാണ്. അപ്പോൾ നേരത്തെ കിടക്കണം. എനിക്കൊക്കെ ഓർമ്മയുണ്ട് 7 മണിക്ക്, ഞങ്ങളുടെ അവിടെയൊക്കെ ഗ്രാമമാണ്, നല്ല ഗ്രാമമാണ്. 7 മണിക്ക് കിടന്നുറങ്ങിയേക്കണം. അന്ന് ഈ ലൈറ്റും അതൊന്നുമില്ല. അപ്പോൾ വിളക്കാണ്, മണ്ണെണ്ണ വിളക്കൊക്കെയാണ് കത്തിക്കുക. അപ്പോൾ 7 മണിക്ക് കിടന്നുറങ്ങിയേക്കണ കാലമുണ്ട്. പക്ഷേ 4 മണിക്ക് എണീക്കും വീട്ടിൽ. അങ്ങനെയാണ് ചിട്ട. 7 മണിക്ക് ഉറങ്ങും, 4 മണിക്ക് എണീക്കും. ഇപ്പോൾ അത് പോയിട്ട് 12 മണി 1 മണിയാകുമ്പോൾ കിടക്കും, 8 മണി 9 മണിയാകുമ്പോൾ എണീക്കും. അപ്പം നമുക്ക് കാണാൻ പറ്റില്ല, സൂര്യൻ ഉദിക്കണതും ഒന്നും നമുക്ക് കാണാൻ പറ്റണില്ല. ആ പ്രഭാതത്തിലെ ആ സുന്ദരമായ തണുപ്പോ പ്രഭാതത്തിലുള്ള കിളികളുടെ ഒച്ചയോ അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സന്തോഷമോ ഇതൊന്നും അനുഭവിക്കാൻ പറ്റണില്ല, ആർക്കും അനുഭവിക്കാൻ പറ്റണില്ല. അപ്പോൾ അങ്ങനെ നമ്മളുടെ കാലത്തിനെ നമ്മളുടെ ഗുരുകാരണന്മാർ തന്ന പലതിനെയും നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞു. മലയ്ക്ക് മാല ഇടുമ്പോഴും എന്നാ മലയ്ക്ക് പോണേന്ന് കൂട്ടുകാരൊക്കെ കൂടി തീരുമാനിച്ച് ഒരു വണ്ടി വിളിച്ച് ആഘോഷമായിട്ട് ആ പോണ സമയത്തൊന്നും ഒരു നാമം ജപിക്കലില്ല. എന്നാൽ എല്ലാവരും സമയമൊക്കെ നോക്കി പോണേൻ്റെ തലേ ദിവസം മാലയിട്ട്, ചിലവർ അന്ന് തന്നെ മാലയിടുന്നു. മാലയിട്ട് ഒരു നല്ല AC വണ്ടിയൊക്കെ വിളിച്ച് നല്ല സുഖമായിട്ട്, പണ്ട് നടന്നിട്ടാണ് പോയിരുന്നത്. മലയ്ക്കൊക്കെ നടന്നു പോണവരുണ്ട്, ഇപ്പോഴും ചെയ്യണവരുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ സുഖമായിട്ട് പോരും. അത് അവരുടെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഇരുമുടിക്കെട്ട്
ഇരുമുടിക്കെട്ടിലാണ് പണ്ട്. അതിൽ ഒരെണ്ണം ഭഗവാന് നേദിക്കാനുള്ള നേദ്യത്തിൻ്റെ സാധനങ്ങളും മറ്റേതിൽ അത്യാവശ്യം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനും ഇതിനുള്ളത് അവർ വഴിയിലുണ്ടാക്കി കഴിക്കുക, അങ്ങനെയൊക്കെയാണ്. അതാണ് ഇരുമുടിക്കെട്ട് എന്ന് പറയും. ഇപ്പം അങ്ങനെയൊന്നല്ല. ഇപ്പം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോവാണ് കാലത്തേക്ക്. അതായത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര സമയം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കരുത് എന്നുണ്ട്. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് രാത്രിയാണ് പോണെങ്കിൽ രാത്രി ഭക്ഷണം കഴിക്കും. രാവിലത്തേക്ക് ഇഡ്ഡലി, ഉച്ചക്കാലത്തേക്ക് ഇഡ്ഡലി, വൈകുന്നേരത്തേക്ക് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകുന്നവർ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കണവർ. പ്രാധാന്യം മുഴുവൻ ഈ ഭക്ഷണത്തിന് തന്നെ. അങ്ങനെ പോണതുകൊണ്ട് തമാശകളും കളികളും പറഞ്ഞ് ആ സമയത്ത് പോലും സ്വാമിയേ ശരണമയ്യപ്പ എന്ന് വിളിക്കാനായിട്ട് തോന്നണില്ല. എന്തോ എല്ലാവരും പോണുണ്ട്, ഞാനും പോണു എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ഇങ്ങനെ പോണവരായാലും ശരി, ആ ശബരിമലയിൽ ഭഗവാന്റെ മുമ്പിലെത്തുമ്പോൾ അവർക്കുണ്ടാവുന്ന അനുഭൂതികളെ പറ്റിയിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയൊന്നും വിചാരിച്ചിട്ടല്ല പോയി, പക്ഷെ ആ നടയിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭൂതികളെ പറ്റിയിട്ട് അപ്പം അങ്ങനെ പോയി വരണു. പിന്നെ അത്യാവശ്യം കുറച്ച് ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ 41 ദിവസത്തെ വ്രതം തന്നെ മുടങ്ങാണ്ട് എടുക്കും കേട്ടോ. ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ഈ വ്രതം എടുക്കുമ്പോഴും 41 ദിവസം കഴിഞ്ഞിട്ട് വേണമല്ലോ എന്നുള്ളത് അയ്യപ്പസ്വാമിയെക്കാളും ശരണം വെളിയൊന്നുമില്ല. ബാക്കി വ്രതങ്ങളൊക്കെ എടുക്കും. എന്നിട്ട് കയ്യിൽ കരുതും. ഈ കയ്യിൽ ഇത് കരുതിയിട്ടാണ് പോവുക. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അത് കഴിക്കുമ്പോൾ അതുപോലെ മത്സ്യമാംസങ്ങൾ. ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് നോമ്പ് മുറിക്കുക എന്ന് ഒരു പരിപാടി ഉണ്ട്. അതിന് മത്സ്യമാംസങ്ങൾ കഴിക്കണം അത്ര. ശബരിമലയ്ക്ക് പോയി വന്നാൽ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ ഇതിനെയും മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ വക ചിട്ടകളിലൂടെ നമ്മളെ 41 ദിവസം നമുക്ക് ചെയ്യണത് നമുക്ക് ജീവിതകാലം മുഴുവൻ ആചരിക്കാൻ പറ്റും എന്നുള്ളത് നമ്മളെ ബോധ്യമാക്കാനാണ് 41 ദിവസം കൊണ്ട് പഠിപ്പിക്കണേ. ആ നോമ്പ് മുറിക്കാനായിട്ട് മത്സ്യമാംസാദികൾ, ലഹരി പദാർത്ഥങ്ങളൊക്കെ കഴിക്കുക എന്നുള്ളതൊക്കെ ഈ അടുത്ത കാലത്ത് പറഞ്ഞു കേൾക്കുകയുണ്ടായി. അപ്പം ഇങ്ങനെ നമ്മൾ ഇതിനെയൊക്കെ പരിഷ്കരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് മറ്റുള്ളവർക്ക് ഇത്തിരി കൂടി പരിഷ്കാരം തോന്നിയത്. എന്തിനാ ഇപ്പോൾ ഇനി പുരുഷന്മാർ മാത്രം പോണേ, സ്ത്രീകൾക്കും പോവാം എന്ന്. അപ്പോൾ സ്ത്രീകൾ അവിടെ പോകണു എന്ന്, ശബരിമലയിൽ സ്ത്രീകൾ പോകണു എന്നുള്ളതിന് എതിർക്കാൻ ധാരാളം പേരുണ്ടായി. ഇവരെന്തിനാ എതിർത്തത്? അവർക്ക് വലിയ എതിർപ്പുണ്ടായിട്ടൊന്നുമല്ല. ഒരാൾ ചെയ്യുമ്പോൾ അതിനെ എതിർക്കുക. എന്നിട്ട് എന്താ ഉണ്ടായേ? ഈ ദേവാസുര യുദ്ധം പോലെയാണ് ഉണ്ടായേ. കുറച്ച് പേര് അതിനെതിരെ ഞങ്ങൾ കയറിയേ ഇരിക്കുമോ എന്ന് പറഞ്ഞൊരു തമ്മിത്തല്ല് കൂടാൻ കുറച്ച് ആൾക്കാർ, എന്നാൽ നിങ്ങളെ കേറ്റില്ല എന്ന് പറഞ്ഞ് തമ്മിത്തല്ല് കൂടാൻ കുറേ ആൾക്കാർ. അങ്ങനെ ദേവാസുര യുദ്ധം നേരിട്ടിട്ട് നമ്മൾ കാണുകയുണ്ടായി. അതിൽ 2 പേര്, അപ്പോൾ അച്ഛൻ്റെ മുമ്പിൽ 2 മക്കൾ ഒരു കാര്യത്തിന് വേണ്ടി തമ്മിത്തല്ലിടുമ്പോൾ അച്ഛൻ എന്ത് വിചാരിക്കുന്ന, 2 ആൾക്കും വേണ്ട എന്നും പറഞ്ഞ് അതങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കില്ലേ. ഇങ്ങനെ 2 ആൾക്കും വേണ്ട എന്ന് പറഞ്ഞെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇപ്പോൾ ആർക്കും ശബരിമലയ്ക്ക് പോകണ്ട എന്നുള്ള അവസ്ഥയാക്കി മാറ്റി. ഇതൊക്കെ നമ്മളുടെ പ്രവൃത്തികളുടെയും കാര്യങ്ങളുടെയാണ്. നമ്മളുടെ കർമ്മങ്ങളിൽ ചുതി വരുത്തി. ഇപ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ അനുഭവം ഓരോന്നും നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ അത് നമുക്ക് വന്ന് ഭവിക്കണ ഭവിഷ്യത്തുകളാണ് നമ്മളിവിടെ ഈ അനുഭവിക്കുന്നത് മുഴുവൻ. ഇങ്ങനെ അറിഞ്ഞും അറിയാണ്ടും ചെയ്ത ഈശ്വരനിന്ദയുടെ ഫലമായിട്ടാണ് രോഗങ്ങളും അസുഖങ്ങളും മറ്റുള്ളതൊക്കെ വന്നു ചേരാനും കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ അനുഭവിക്കാനൊക്കെ ഇടയാവുന്നത്. കർമ്മഫലങ്ങളാണ്. കലികാലത്ത് മറ്റുള്ള കാലങ്ങളെക്കാളും ബുദ്ധിമുട്ട് കൂടുതൽ 2 കാര്യങ്ങളാണ് എളുപ്പം. സൽക്കർമ്മം കൊണ്ട് നമ്മളുടെ കർമ്മയോഗങ്ങളെ മുഴുവൻ, കർമ്മഫലങ്ങളെ മുഴുവനും നശിപ്പിക്കാനും അതല്ല കർമ്മഫലങ്ങളെ മുഴുവനും കൂട്ടാനും 2നും സുഖമായിട്ടുള്ള കലികാലം. നാരായണ ഭഗവാനെ, ഗുരുവായൂരപ്പ, അമ്മേ നാരായണ, ശംഭോ മഹാദേവ, സ്വാമിയെ ശരണമയ്യപ്പ, ഏതെങ്കിലും ഒരു നാമം മനസ്സറിഞ്ഞ് മനസ്സ് ചുട്ടു വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ദുരിതങ്ങളും തീരും. മഹാത്മാക്കൾ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. അയ്യപ്പസ്വാമിയുടെ ഭക്തന്മാർ വീഴാൻ പോകുമ്പോൾ അയ്യോ എന്നിങ്ങനെ തട്ടി വീഴാൻ പോകുമ്പോൾ അയ്യപ്പസ്വാമി ഓടിയെത്തുത്രേ. കാരണം അയ്യപ്പസ്വാമി കേൾക്കുന്നത് അയ്യോ എന്നല്ല, അയ്യാ എന്നാണ് വിളിക്കുന്നത്. ഭഗവാൻ വിചാരിക്കുക അയ്യപ്പനെ വിളിക്കുക വെച്ചിട്ട് അയ്യപ്പനെ ഓടിയെത്തും. ഒരക്ഷരം മാറിപ്പോയതാവുമായിരിക്കും
ഓടി വരും എന്നാണ് പറയുന്നത്. അത്രയും ആ ഭക്തന്മാർക്ക് ഭക്തിയുടെ മഹത്വം അങ്ങനെയാണ്. അപ്പോൾ നാമം ജപിക്കുക, അതുപോലെ തന്നെ ഈ മഹാത്മാക്കളെ നിന്ദിക്കുക, ഇതുപോലെയുള്ള ആ ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയൊക്കെ നിന്ദിക്കുക, അവരെയൊക്കെ അതിനൊക്കെ വിഘ്നം വരുത്തുക. നല്ലത് വിചാരിച്ചിട്ടായാലും ചീത്ത വിചാരിച്ചിട്ടായാലും വിഘ്നം വരുത്തൽ തന്നെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ, അതിന് വിപത്ത് വന്നു ചേരും. ആ വിപത്ത് വന്നു ചേരുമ്പോൾ ഇപ്പോൾ മഴ പെയ്യുന്ന കാലത്ത് ഒരാൾക്ക് മാത്രമൊന്നുമല്ലല്ലോ, എല്ലാവർക്കും സർവ്വത നിറഞ്ഞ് മഴ കിട്ടൂല. അല്ലാണ്ട് ഒരാൾക്ക് മാത്രം മഴ കിട്ടുക അങ്ങനെയില്ല. ഇപ്പോൾ യാഗവും പൂജയൊക്കെ നടത്തുന്നുണ്ട്. ചിലവർ മഴ പെയ്യണം എന്ന് പറഞ്ഞ് അതിനായിട്ടുള്ള യാഗവും പൂജ, ആ പൂജയും യാഗവും നടത്തിയോടത്ത് മാത്രം മഴ പെയ്യുക, ബാക്കിയുള്ളവർക്കൊന്നുമില്ല. അങ്ങനെയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടണ മഴ എന്ന് പറയുന്നത് എല്ലാ ദിക്കിലും മഴ ഒരേപോലെ കിട്ടും. എല്ലാ ദിക്കിലും സൂര്യൻ അങ്ങോട്ട് ഉദിച്ചു കഴിഞ്ഞാൽ ചില ദിക്കിൽ വെളിച്ചമുണ്ട്, ചില ദിക്കിൽ വെളിച്ചമില്ല. അങ്ങനെയില്ലല്ലോ. എല്ലാ ദിക്കിലും ഒരുപോലെയാണ് ആ സൂര്യൻ്റെ പ്രകാശം പരന്നു വരിക. ഒരു പുഷ്പം വിരിഞ്ഞാൽ അതിൻ്റെ ഗന്ധം എങ്ങനെയാണ്, എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാനാവും. ആ പുഷ്പത്തിനെ ചെടി നട്ട് വളർത്തി വലുതാക്കി നനച്ച് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടെന്ന് അതുമ്പോൾ പൂവുണ്ടാവും. ആ പൂവുണ്ടാകുമ്പോൾ നട്ട ആൾക്ക് മാത്രമല്ല അതിൻ്റെ സുഗന്ധം, ആ ചുറ്റുപാട് മുഴുവനും നല്ല സുഗന്ധമുള്ള പൂക്കളൊക്കെ ആണെങ്കിൽ ആ പരിസരത്ത് മുഴുവനും അപ്പുറത്തും ഇപ്പുറത്തുള്ളവർക്കൊക്കെ അതിൻ്റെ സുഗന്ധം അനുഭവിക്കാനാകും. അതുപോലെ ദുർഗന്ധമാണെങ്കിലും ശരി, നമ്മളുടെ വീട് വൃത്തിയൊന്നും ആക്കാതെ കണ്ട് കുറേ സാധനങ്ങളൊക്കെ ചവറൊക്കെ കൂട്ടി വൃത്തികേടാക്കി ഇട്ടു, അതിൻ്റെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങി എന്നുണ്ടെങ്കിൽ അത് അടുത്ത പ്രദേശത്തേക്ക് മുഴുവനും ആ ദുർഗന്ധം വമിക്കും. ചെയ്ത ആൾക്ക് മാത്രമൊന്നല്ല. അതുപോലെ തന്നെയാണ് ഈ കർമ്മഫലങ്ങൾ എന്ന് വെച്ചാൽ പൊതുവായിട്ട് നമ്മൾ തന്നെത്താൻ ചെയ്യുന്ന ചില കർമ്മങ്ങളുടെ ഫലങ്ങൾ അവനവന് തന്നെ, ഇങ്ങനെയുള്ള ചില കർമ്മങ്ങളുടെ ഫലങ്ങൾ ഒരാൾ ചെയ്താൽ അതിൻ്റെ ഫലം എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരും. അതാണിപ്പോൾ നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഈ മഹാമാരി എന്ന് പറയുന്നത്. പക്ഷേ അതിലും ഭഗവാന്റെ ആ ഒരു കാരുണ്യം അനുഗ്രഹം ആലോചിക്കുകയാണ്. ആ മഹാമാരിക്കിടയിലും ഭഗവാനെ വിളിക്കണം, നാമം ജപിക്കണം, ഭഗവാന്റെ കഥകൾ പറയണം എന്നൊക്കെ വിചാരിച്ചതാ കുറച്ച് മഹാത്മാക്കൾ അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. നമ്മളെപ്പോലെയുള്ളവരെ കൊണ്ട് സത്സംഗം ചെയ്യിക്കുന്നു. ഇതൊക്കെ ഭഗവാന്റെ മഹത്വമാണ്. അപ്പോൾ ഭക്തന്മാർക്ക് എങ്ങനെ വന്നാലും എന്ത് ക്ലേശങ്ങൾ വന്നാലും പ്രണതക്ലേശനാശായ ശ്രീകൃഷ്ണായ നമോ നമ എന്ന് ആ പ്രണതക്ലേശനാശനായിട്ട് ഭഗവാൻ എല്ലാ ക്ലേശങ്ങളെയും നശിപ്പിക്കാനായിട്ട് ഭഗവാൻ ഇതാ കൂടെ ഉണ്ടാവും. അതിന് വേണ്ടത് ഏറ്റവും കൂടുതൽ എന്താ വേണ്ടത്? സത്സംഗം, നാമജപം, ഇതൊക്കെ തന്നെയാണ് കൂടുതൽ വേണ്ടത് എന്നുള്ളത് ഭഗവാന് നമ്മളേതാ കൂട്ടി ചേർത്ത് വച്ച് ഇവിടെ ഇരുന്നതാ നമ്മളെ കൊണ്ട് ഭഗവാന്റെ കഥകൾ പറയിക്കുന്നു. അങ്ങനെയാണ് ഈ അപ്പോൾ വന്നു ചേരണതിനെ പറ്റിയിട്ട് ദുഃഖിച്ചിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. കർമ്മഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് അനുഭവിക്കാതെ കണ്ട് തരമില്ല എന്നുള്ളതാണ്. ഇനിയും അതിനെ ബാധിക്കാണ്ടിരിക്കാൻ ഇപ്പോൾ പറഞ്ഞുവല്ലോ, അടുത്ത വീട്ടിൽ നിന്ന് ഒരു ദുർഗന്ധം വന്നു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ? ജനാലയും വാതിലൊക്കെ അടച്ചിട്ട് ഇരുന്ന് അതിൻ്റെ ഉള്ളിലേക്ക് അത് വരാണ്ട് എന്തെങ്കിലും ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചാൽ ആ ദുർഗന്ധം നമ്മളെ ബാധിക്കില്ല. അതുപോലെ ഈ മഹാമാരി ഇങ്ങനെ വരുമ്പോൾ ഭഗവാൻ പറഞ്ഞു, വീടിൻ്റെ ഉള്ളിൽ അടച്ചിരുന്നോളൂ, എന്നിട്ട് എന്ത് ചെയ്യണം? എൻ്റെ നാമങ്ങൾ ജപിച്ചോളൂ, എൻ്റെ കഥകൾ പറഞ്ഞോളൂ. പല പല ഭാവത്തിലും രൂപത്തിലും ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ വന്ന് കളിയാടണില്ലേ. അപ്പോൾ ഓരോരോ കഥകൾ പറഞ്ഞോളൂ, എന്നെ അനുസ്മരിച്ചോളൂ, അതിൽ നിങ്ങളുടെ മനസ്സ് അടക്കി വച്ചോളൂ, മറ്റുള്ള ചിന്തകളൊന്നും വേണ്ട. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനസ്സിൻ്റെ ശാന്തത വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിലും ഉന്മേഷം ഉണ്ടാവും. അപ്പം നിങ്ങളെ യാതൊരു അസുഖങ്ങളൊന്നും ബാധിക്കില്ല എന്ന് പറഞ്ഞതാ നമ്മളെ ഇരുത്തിയേക്കുന്നു ഭഗവാൻ. അപ്പോൾ അങ്ങനെ ഈ അയ്യപ്പസ്വാമിയുടെ കഥ പറയുമ്പോൾ എനിക്ക് ആ ചരിതങ്ങൾ ധാരാളമൊന്നും അറിയില്ല. ആ ശരണം വിളിക്കുക, നാമം ജപിക്കുക, ആ ആസ്വദിക്കുക ഭഗവാനെ എന്നുള്ളത് മാത്രമാണ് എനിക്കറിയുക. സാധാരണ ആ സമയത്തുള്ള അയ്യപ്പൻ പാട്ട് അതൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. പല കഥകളും അയ്യപ്പൻ പാട്ടിൻ്റെ കഥകൾ ആയിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് അറിവിനെ മാത്രം ഇവിടെ അനുസ്മരിക്കുന്നുണ്ട്. ഈ അയ്യപ്പസ്വാമി അവിടെ ശബരിമല ശ്രീധർമ്മശാസ്താവ് മണികണ്ഠസ്വാമി അദ്ദേഹം ബ്രഹ്മചാരിയാണ്. അതുകൊണ്ടാണ്
അവിടെ അത് ശബരിമലയിൽ മാത്രമേ ഉള്ളൂ. തപസ്സിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് തപസ്സിരിക്കുന്നത്? ലോക നന്മയ്ക്ക് വേണ്ടി തപസ്സിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭാവത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മളുടെ നാടുകളിൽ ക്ഷേത്രങ്ങളുടെയൊക്കെ അടുത്ത് ധാരാളം അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. അവിടെയെല്ലാം അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുടെ കൂടെ അവരുടെ ഭാര്യയും മക്കളൊക്കെ ആയിട്ട് കാണാം. പൂർണ്ണ, പുഷ്കല എന്നു പേരായ ഭാര്യമാരോട് കൂടിയിട്ടുള്ള പ്രതിഷ്ഠയൊക്കെ കാണാം. അപ്പോൾ പലർക്കും സംശയമാണ്, അയ്യപ്പസ്വാമി അല്ല ബ്രഹ്മചാരിയല്ലേ, പിന്നെ എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷ്ഠ, ഇതെന്താണ് ഇതിൻ്റെ ഉള്ളത്? ശബരിമലയിലുള്ള ആ മണികണ്ഠസ്വാമിയാണ് ബ്രഹ്മചാരിയായിട്ട് ഇരിക്കുന്നത്. അതിൻ്റെ കഥകളൊക്കെ നമുക്ക് നല്ലോണം അറിയാം. പന്തളം മഹാരാജാവിന് കുട്ടികളില്ലാതെ കണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് മഹാരാജാവ് ആ പരമേശ്വരൻ്റെയും ആ മഹാരാജാവിൻ്റെ പത്നി ശ്രീകൃഷ്ണ ഭഗവാന്റെയും ഭക്തരായിരുന്നു. ഭഗവാന് അത് രണ്ടും ഒന്ന് തന്നെയാണെങ്കിലും ആ മഹാദേവൻ്റെ ഭാവത്തിലാണ് അദ്ദേഹം പൂജിച്ചിരുന്നത്. ആ ശ്രീകൃഷ്ണ ഭാവത്തിലാണ് ആ പത്നി പൂജിച്ചിരുന്നത്. അപ്പോൾ ആ ശൈവ വൈഷ്ണവ ഭാവം ചേർന്നിട്ട് ഒരു പുത്രനുണ്ടായി. ആ പുത്രനാണ് ശ്രീ മണികണ്ഠൻ എന്നുള്ള കഥ നമുക്കറിയാം. ആ മണികണ്ഠൻ പന്തളത്ത് മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ സുഖമായിട്ട് വളർന്ന് തുടങ്ങുകയാണ്. ആ സമയത്ത് വീണ്ടും ആ ഭഗവാൻ വന്നതോടു കൂടിയിട്ട് സർവ്വ ഐശ്വര്യങ്ങളും ആ ഗൃഹത്തിലുണ്ടായപ്പോൾ അവർക്ക് ഒരു ഉണ്ണിയും കൂടി ജനിച്ചു എന്നെല്ലാം കഥകളിൽ അനുസ്മരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഴിയണ സമയത്ത് എന്തിനാ വന്നത് എന്നുണ്ടെങ്കിൽ മഹിഷി മർദ്ദനത്തിന് വേണ്ടിയിട്ടാണ്. ഭക്തന്മാരെ മുഴുവനും അവരുടെ തപസ്സിനെല്ലാം മുടക്കാൻ വേണ്ടിയിട്ട് മഹിഷിയുടെ രൂപത്തിൽ ഉണ്ടായ ആ അസുരനെ വധിക്കാനാണ്. സ്ത്രൈണഭാവത്തിലാണ് ആ അസുരൻ, മഹിഷി എന്നാണ്. ഒരു കാട്ടെരുമയുടെ ഭാവത്തിലാണ് വന്നത്. അപ്പോൾ അതിനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശല്യം സഹിക്കാൻ വയ്യാതെ കണ്ട് ദേവന്മാരെല്ലാവരും കൂടി ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ ഒരു ഭക്തൻ അവിടെ കുട്ടികളില്ലാതെ കണ്ട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ പുത്രനായിട്ട് ഞങ്ങളിൽ നിന്നുള്ള അംശമായിട്ട് ഞങ്ങളിത് അവിടെ അവതരിക്കാം എന്ന് പറഞ്ഞിട്ട് ആ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് മണികണ്ഠൻ വന്നത്. ഈ മഹിഷിയെ വധിക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു നിമിത്തം എന്ന പോലെ ഈ താഴെ ഒരു ഉണ്ണി ഉണ്ടാകുമ്പോൾ മൂത്ത ഉണ്ണി സ്വന്തമല്ലാത്ത ഉണ്ണിയോട് നമുക്കൊരു അനിഷ്ടം തോന്നുക എന്നുള്ളത് ആ മനുഷ്യ സഹജമാണ്. അപ്പോൾ എന്നാൽ ഈ ഒരു ഉണ്ണിയുടെ സാന്നിധ്യം കൊണ്ടല്ലേ എനിക്ക് ഒരു പുത്രഭാഗ്യം ലഭിച്ചതെന്ന് വെച്ചാൽ കൂടുതൽ സ്നേഹമാണ് ഉണ്ടാവേണ്ടത് ശരിക്കും. പക്ഷെ അതുണ്ടായില്ല. അപ്പോൾ പിന്നെ കുതന്ത്രങ്ങളിലൂടെ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ മണികണ്ഠസ്വാമിയുടെ മുമ്പിൽ വെച്ച് ആർക്കും കളവും കാര്യങ്ങളൊന്നും ചെയ്യാനോ മഹാരാജാവിനെ പറ്റിക്കാനൊന്നും പറ്റണില്ല. അപ്പോൾ മന്ത്രിമാർക്കൊക്കെ അത് കുറച്ച് ബുദ്ധിമുട്ടായി. അവർ ആ മഹാരാജാവ് പുത്രനില്ലാതെ കണ്ട് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ഇവർക്ക് കൊള്ളലാഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേ കള്ളത്തരങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതിനൊന്നും സാധിക്കാതെ കണ്ടായി. നല്ല മിടുക്കനായ ഈ മണികണ്ഠസ്വാമി ഉള്ള കാരണം കൊണ്ട് അവർക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാതെ കണ്ടായി. അപ്പോൾ അവർക്കും മനസ്സുകൊണ്ട് ഈ കുഞ്ഞിനോട് ഇത്തിരി അലോഹ്യുണ്ടായി. അപ്പോൾ ആ മന്ത്രിയുടെ പ്രേരണയാലുക ആ രാജാവിൻ്റെ പത്നിയോട് പറയാണ് വയറുവേദനയായിട്ട് അഭിനയിക്കൂ എന്ന് പറയാം. ഞാൻ അറിയണ ഒരു വൈദ്യരെ കൊണ്ടുവരാം, പുലിപ്പാല് കൊണ്ടുവന്നിട്ടാണ് വയറുവേദന മാറുള്ളൂ എന്ന് പറയാം. അപ്പോൾ പുലിപ്പാലിന് എന്തായാലും മണികണ്ഠസ്വാമി പോകാണ്ടിരിക്കില്ല, സ്വഭാവമൊക്കെ ഇവർക്കറിയാലോ. മണികണ്ഠൻ തന്നെ പുത്രൻ പോയി കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരവുണ്ടാവില്ല. അപ്പോൾ അമ്മയുടെ പുത്രനെ തന്നെ മഹാരാജാവിന് ശേഷം രാജാവായിട്ട് വാഴിക്കാം, അല്ലെങ്കിൽ ആരുമില്ലാത്ത ഈ പുത്രനെ നമ്മുടെ രാജ്യം കൊടുക്കേണ്ടി വരും എന്നെല്ലാം പറഞ്ഞ് അവിടെ ആ മഹാറാണിയുടെ മനസ്സൊക്കെ മാറ്റി വയറുവേദന അനുഭവിക്കണ പോലെ ഇട്ടതാ അവിടെ അഭിനയിക്കാൻ തുടങ്ങി. അവിടെ മുന്നേ കൂട്ടി ചട്ടം കെട്ടിയേക്കണ
ആ വൈദ്യര് വന്ന് നോക്കിയിട്ട് പുലിപ്പാൽ തന്നെ വേണം, ആ പുലിപ്പാൽ ആര് കൊണ്ടുവരണം, ഈ പുത്രൻ തന്നെ പോയി കൊണ്ടുവരണം എന്ന് പറയണു. അത് കേട്ടിട്ട് മണികണ്ഠസ്വാമി പോകണു. ഈ കഥകളൊക്കെ നമുക്കറിയാം. അത് കേട്ടിട്ട് മണികണ്ഠസ്വാമി പോവുകയാണ്. പോണതിൻ്റെ ഉദ്ദേശം എന്തുകൊണ്ടാണ്? മഹിഷിയെ വധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ പുലിപ്പാല് എന്ന വ്യാജേന പോയി കഴിഞ്ഞിട്ട് ആ മഹിഷിയെ വധിച്ച് അതിന് മോക്ഷം നൽകി മാളികപ്പുറത്ത് അമ്മയായിട്ട് അവിടെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് എപ്പോഴും അവിടുത്തെ സേവിക്കാനും പൂജിക്കാനും എനിക്ക് അങ്ങയുടെ പാദസേവ ചെയ്യാനായിട്ട് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ തന്നെ ഇവിടെ ഇരുന്നോളൂ, ഞാനും അധികം വൈകാതെ കണ്ടതാ ഇവിടെ വരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പോന്നു. പുലിപ്പാലൊക്കെ കൊണ്ട് പുലിയുടെ പുറത്ത് ആരാണ്? ദേവേന്ദ്രനും ദേവന്മാരൊക്കെയാണ് പുലിക്കുട്ടികളൊക്കെ ആയിട്ട് മാറിയിട്ട് വന്നത് അത്രേ. അങ്ങനെ കൊട്ടാരത്തിലേക്ക് വന്നു. തൻ്റെ അവതാരോദ്ദേശം മഹാരാജാവിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവിടുന്ന് ലോകനന്മയ്ക്ക് വേണ്ടി തപസ് ചെയ്യാനായിട്ട് ശബരിമലയിൽ പോയി. ഈ ശബരിമല തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ അത് അത്രയും പവിത്രമായ സ്ഥലമാണ് ശബരിമല. ശബരി എന്ന ഭക്തോത്തമയായ ശബരി എന്ന കാട്ടാള സ്ത്രീ അവിടെ ഇരുന്നിട്ട് ആ ശ്രീരാമസ്വാമിയെ നാമങ്ങളെ കൊണ്ട് നാമങ്ങൾ ജപിച്ച് ഒരു ജന്മം മുഴുവനും ശ്രീരാമസ്വാമിക്ക് വേണ്ടി കാത്തിരുന്നു എന്നാണ്. ശബരി ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ തന്നെ അവിടെ മഹർഷീശ്വരന്മാരുടെ വാക്കുകൾ കേട്ടിട്ട് ആ ഭക്തി നിറഞ്ഞവളായി തീർന്നു. ആ ഭക്തിയോട് കൂടിയിട്ട് അവരെ സേവിക്കാനൊക്കെ തുടങ്ങി. പൂക്കൾ പറിച്ച് കൊണ്ടു കൊടുക്കുക, അവരുടെ ആശ്രമം മുറ്റമൊക്കെ അടിച്ചു വാരി കൊടുക്കുക, ചാണകമൊക്കെ മെഴുകി വൃത്തിയാക്കുക, അവരുടെ ഹോമങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ശുദ്ധി ചെയ്ത് അടുത്ത ദിവസത്തേക്ക് വേണ്ടി വീണ്ടും തയ്യാറാക്കി വയ്ക്കുക. ഇതൊക്കെ ചെറിയ കുട്ടിയായിരുന്നു ശബരി ചെയ്യാൻ തുടങ്ങി. ഈ കുട്ടിയുടെ ആത്മാർത്ഥമായിട്ടുള്ള ഈ സേവനം കണ്ടപ്പോൾ ആ മഹർഷീശ്വരന്മാർക്ക് എന്തെന്നില്ലാത്ത സംതൃപ്തി തോന്നി. കുട്ടിയെ അടുത്ത് വിളിച്ചിട്ട് 2 കയ്യും ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു. നന്നായി വരും, ഇനി ഈ ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമസ്വാമിയായിട്ട് വരും. ആ ശ്രീരാമസ്വാമിയെ കണ്ടതിന് ശേഷം മാത്രമൊക്കെ കണ്ട് അനുഗ്രഹം നേടിയിട്ട് മാത്രമേ ഈ ശരീരം ഉപേക്ഷിക്കുകയുള്ളൂ എന്ന് അനുഗ്രഹിച്ചു. അന്നു മുതൽ ഈ കുഞ്ഞ് കാത്തിരിക്കുകയാണ്, ശ്രീരാമസ്വാമി വരും, ശ്രീരാമസ്വാമി വരും. അപ്പോൾ ശ്രീരാമസ്വാമി ജനിച്ചിട്ടും കൂടിയില്ല. ശ്രീരാമസ്വാമി വരും, ശ്രീരാമസ്വാമി വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ഓരോ ദിവസവും ആ മഹർഷീശ്വരന്മാരെ ആശ്രമം ആ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് പോയെന്ന് തൊട്ട് ഓരോ ദിവസവും ആശ്രമം അടിച്ചു വാരി വെടുപ്പാക്കി വൃത്തിയാക്കി ആശ്രമ മുറ്റത്തെല്ലാം പുഷ്പങ്ങൾ വിരിച്ച് കാട്ടിൽ നിന്ന് കിട്ടണ ആ ഫലങ്ങളെല്ലാം കൊണ്ടുവന്ന് ശേഖരിച്ച് ഭഗവാന് കൊടുക്കാനായിട്ട് എല്ലാം വെച്ച് ആ ഭഗവാന്റെ നാമം ചൊല്ലി രാമ 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 പാഹിമാം, രാമ 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 പാഹിമാം, രാമ 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 പാഹിമാം. ആ രാമനാമം ജപിച്ചതാ ശ്രീരാമസ്വാമിയെ കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും ഒരൊച്ച കേട്ടാൽ, അനക്കം കേട്ടാൽ ശ്രീരാമനാണോ, രാമൻ്റെ പാദചലനങ്ങളാണോ എന്നിങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിട്ട് ഓരോ ദിവസവും കഴിച്ചു കൂട്ടും. രാമൻ വരാണ്ട് അനേകം കാലങ്ങളും കാത്തിരിക്കും. ഓരോ ദിവസം കഴിയും തോറും രാമൻ വന്നില്ലല്ലോ, ഇനി വരില്ല എന്നുള്ള വിചാരമൊന്നുമില്ല. അതിലും ഉന്മേഷത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇന്ന് വരും, ശ്രീരാമചന്ദ്രപ്രഭു ഇന്ന് വരും എന്ന് വിചാരിച്ച് കാത്തിരിക്കും. പിന്നെയും വരണില്ല, പിന്നെയും കാത്തിരിക്കും ശ്രീരാമചന്ദ്രപ്രഭു. അങ്ങനെ വയസ്സാവണ വരെ അത്രയും വൃദ്ധയായിട്ടും കൂടിയും ആ കാത്തിരിപ്പിനൊരു മാറ്റം ഉണ്ടായില്ല. നമ്മളൊക്കെ ആണെങ്കിലോ 2 ദിവസം നമ്മൾ ചെന്ന് അമ്പലത്തിൽ ചെന്ന് നാമം ജപിച്ച് കഴിഞ്ഞ് 3ാമത്തെ ദിവസം പറയും, ഭഗവാനെ ഇത്രയ്ക്കൊക്കെ നാമം ജപിച്ചിട്ടും കണ്ണ് തുറക്കണില്ലല്ലോ, എന്നോട് ദയയില്ലല്ലോ എന്ന്. അപ്പോൾ അതൊക്കെ ശബരി കാണിച്ചു തരികയാണ്. ഭഗവാന് നമ്മളെ വേണമെന്നില്ലെങ്കിലും നമുക്കാണ് ഭഗവാനെ വേണ്ടതെങ്കിൽ നമുക്കാണ് ഭഗവാനെ കിട്ടേണ്ടത്. കാരണം ഭഗവാന് നമ്മളെ വേണമെന്നില്ലാത്ത കാരണം എന്താ? ഭഗവാൻ നമ്മുടെ കൂടെയാണ്. ഭഗവാൻ അറിയാം ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, നമ്മൾ ഭഗവാന്റെ കൂടെയാണെന്ന്. നമുക്കത് മനസ്സിലാവണില്ല, തിരിച്ചറിയണില്ല. ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, നമ്മൾ ഭഗവാന്റെ കൂടെയാണെന്ന്. ആ തിരിച്ചറിവ്, ആ ചേർത്ത് പിടിക്കൽ അനുഭവിക്കണമെങ്കിൽ അത് അനുഭവിക്കേണ്ടത് ആർക്ക്? അനുഭവിക്കാനുള്ള കൊതി ഉണ്ടാവേണ്ടത് നമുക്കാണ്.
അപ്പോൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തണം എന്നുള്ളത് നമ്മളുടെ അതെല്ലാ ജീവനും എത്തും. അപ്പം നമുക്കും അങ്ങനെ ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന് വേണ്ടി നമ്മളിങ്ങനെ കൊതിയോടുകൂടി ഇതുപോലെ ശബരി കാത്തിരുന്ന പോലെ കാത്തിരിക്കണം. എന്നാ ഭഗവാൻ വരിക, എന്നാ ഭഗവാൻ വരിക എന്ന് വെച്ച് കാത്ത് 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 കാത്തിരിക്കണം. ആ ഇരിക്കുന്ന സമയത്ത് മുഴുവനും നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് അതാ ആ ഭഗവാൻ വന്നു. ശ്രീരാമസ്വാമി വന്ന് അനുഗ്രഹമൊക്കെ നേടി പവിത്രമായ ഭഗവാന്റെ പാദങ്ങളെ കൊണ്ടും ആ ഭക്തിയെ കൊണ്ടും പവിത്രമായ സ്ഥലമാണ് ശബരിമല. അവിടെയാണ് തപസ് ചെയ്യാൻ ഏറ്റവും യോഗ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മണികണ്ഠസ്വാമി അവിടെ ആ ശബരിമലയിൽ തപസ്സനുഷ്ഠിക്കുന്നത്. എന്തിനാണ് തപസ്സനുഷ്ഠിക്കുന്നത്? ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് തപസ്സനുഷ്ഠിക്കുന്നത്. നമ്മളുടെ ഓരോരുത്തരുടെയും നന്മയ്ക്ക് വേണ്ടി, നമ്മളുടെ ഓരോരുത്തരുടെയും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ തപസ്സനുഷ്ഠിക്കുന്നത്. ആ തപസ്സിന് വിഘ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. കഴിഞ്ഞ വർഷം എങ്ങനെയുണ്ടായിരുന്നതെന്ന് അറിയാലോ. ആ ഒരു തപസ് ചെയ്യണ, ശാന്തമായി തപസ് ചെയ്യണ ഒരു ഇടത്ത് പോയിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അറിയാലോ. ധ്യാനത്തിലിരിക്കുന്ന ഒരാൾ ഉണർന്നു കഴിഞ്ഞാൽ ആ ധ്യാനം മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ധ്യാനം ചെയ്തിട്ട് അത്രയും തപോബലം നേടേണ്ടി വരുന്ന പറയണേ. അപ്പോൾ ഭഗവാന്റെ ധ്യാനത്തിന് ഭംഗം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ശബരിമലയ്ക്ക് പോവരുത് എന്ന് പറയണതിൻ്റെ ഉദ്ദേശവും. കാരണം അവിടുത്തെ ആ പവിത്രതയും പരിശുദ്ധിയും നഷ്ടപ്പെടുത്തരുത്. കാരണം അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ തപസ് ചെയ്യാനായിട്ട് ആ സ്ഥലത്തിന് യോഗ്യത ഇല്ലാണ്ടാവും. അപ്പോൾ നമ്മുടെ തപസ് അനുഷ്ഠിക്കുന്ന ആൾക്ക് ആ ധ്യാനത്തിൽ മുഴുകിയിരിക്കാൻ സാധിക്കില്ല. നമ്മളുടെ സ്വന്തം ഗൃഹത്തിലെ കാര്യം തന്നെ നോക്കൂ. ആർക്കെങ്കിലും എന്താണെങ്കിലും ഒരാൾക്ക് ഒരു വിഷമോ പ്രശ്നങ്ങളോ ഉണ്ട് വെച്ചാൽ ആർക്കെങ്കിലും മതി. വീട്ടിലൊരാൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും മനസ്സും ആകെ അലങ്കോലായി. അപ്പോൾ പിന്നെ നമുക്കൊക്കെ ഒരു നെഗറ്റീവ് എനർജിയായി, ഒരു സങ്കടം. ഇത് വേണ്ട, നമ്മുടെ വീടിൻ്റെ കാര്യം വേണ്ട. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഗൃഹത്തിൽ എന്തെങ്കിലും ഒരാൾക്കൊരു വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാൽ അയ്യോ കഷ്ടമായിപ്പോയി, അയാൾക്ക് അങ്ങനെ വന്നില്ലേ. ഇപ്പം നമ്മളുടെയൊക്കെ മനസ്സ് വിഷമിക്കും. നമുക്കത് ആലോചിക്കുമ്പോഴേ സങ്കടം വരും അല്ലേ. അപ്പോൾ അതുപോലെ ഒരു ഗ്രാമത്തിന് എന്തെങ്കിലും പറ്റി എന്നുണ്ടെങ്കിലോ ഒരു നാടിനെ അത് ആലോചിച്ച് വിഷമിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്ന പോലെ തന്നെയാണ് തപസ്സനുഷ്ഠിക്കണ ആ ഭഗവാനെ തപസ്സിന് വിഘ്നം വരുത്തുകയാണ് ചെയ്യണത് നമ്മൾ. അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം വന്നു ചേരാനായിട്ട് ഇടയാവണത്. അപ്പോൾ ആ ഭഗവാന്റെ തപസ്സിന് വിഘ്നം വരുത്താതെ കണ്ട് എല്ലാവർക്കും അവരവരുടെ ഗൃഹത്തിലിരുന്ന് ധാരാളം നാമം ജപിച്ചോളൂ എന്ന് പറയാണ് നമ്മളോട് എല്ലാവരോടും. വീട്ടിൽ തന്നെ ഇരുന്ന് നാമം ജപിച്ചാൽ മതി. ഈ ശബരിമല ഇത്രയും വലിയൊരു മലയുടെ മുകളിൽ കയറി എത്രയോ കഷ്ടപ്പെട്ട് എത്ര ദൂരം നടന്ന് കരിമല കയറ്റം കഠിനം എൻ്റെ അയ്യപ്പ എന്ന് പറയും. അത്രയും കഠിനമായ കരിമലയൊക്കെ കയറി അതിൻ്റെ മുകളിലെത്തി ഭഗവാനെ കാണുമ്പോൾ നമ്മൾ ഇതുവരെ അനുഷ്ഠിച്ച എല്ലാ വിഷമങ്ങളും തീർന്ന് അത്യാനന്ദത്തോടുകൂടി ഭഗവത് ദർശനം ഉണ്ടാവും. ഒരു തവണ നമ്മൾ കയറി കഷ്ടപ്പാടാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ശബരിമലയ്ക്ക് ഒരാളും വരില്ലായിരുന്നു. ഓരോ തവണ ചെല്ലും തോറും ആ ശബരിമലയിൽ ചെന്ന് ഭഗവാനെ നമസ്കരിക്കാൻ വരുന്നവരുടെ എണ്ണം കൂടി വരിക എന്നല്ലാതെ കണ്ട് കുറഞ്ഞു വരണില്ല. അതെന്തുകൊണ്ടാണ്? ആ പ്രദേശത്തിൻ്റെ ചൈതന്യമാണ്. എന്തെല്ലാം വിഷമങ്ങളുണ്ടെങ്കിലും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ശാന്തി സമാധാനമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത കൊല്ലം ആവാൻ കാത്തിരിക്കും അവിടെ ചെന്ന് ആ ഭഗവാനെ ഒന്ന് ദർശിക്കാൻ വേണ്ടി. ഒരു തവണ നമ്മൾ ദർശിക്കണേൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അത് പോവാതെ കണ്ട് ഒരു കൊല്ലം അതിൻ്റെ ആ സുഖം ഇരുന്നിട്ട് അടുത്ത കൊല്ലം ആ സുഖം അനുഭവിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ പോകാൻ തുനിയുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ശക്തി ചൈതന്യത്തിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ചൈതന്യമാണ്! ആ ചൈതന്യത്തിന് വിഘ്നം പറ്റുന്നതൊന്നും ചെയ്യാൻ പാടില്ല. അതാണ് അവിടെ പരിശുദ്ധമായിട്ട് അവിടെ സംരക്ഷിക്കണം എന്ന് പറയണത്. അങ്ങനെ ആ അയ്യപ്പസ്വാമിയുടെ ചരിതങ്ങൾ നമുക്ക് ഇപ്പോൾ പഴയ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്നും പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആരാണ് അയ്യപ്പസ്വാമി
എന്താണ് ധർമ്മ അവർ അയ്യപ്പസ്വാമിക്ക് എങ്ങനെയാണ് ഭാര്യയും മക്കളൊക്കെ ഉണ്ടായി എന്നുള്ള കഥകളൊക്കെ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് അനുസ്മരിക്കാം. ഇതുവരെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ അസുഖങ്ങൾ, ദുരിതങ്ങൾ, വിഷമങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയായത്? അതിൻ്റെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും പറയണു, പലരും പറയണ്ടേ അയ്യപ്പനോട് ചെയ്തതിൻ്റെ ഫലമാണ്, അയ്യപ്പൻ്റെ കോപമാണ് എന്ന് പറയുന്നത്. ഒരിക്കലും അത് അയ്യപ്പൻ്റെ കോപമല്ല. തീ തൊടരുത് എന്ന് നമ്മൾ പറയുമ്പോൾ തീയിൽ എന്ന് തൊട്ട് കഴിഞ്ഞിട്ട് കൈ പൊള്ളിക്കഴിഞ്ഞാൽ അമ്മ തുടരുതെന്ന് പറഞ്ഞാൽ തൊട്ടുകൊണ്ട് എൻ്റെ കൈ പൊള്ളി അമ്മയുടെ ശാപാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യരുതാത്തത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി തന്നെ വരും. അയ്യപ്പൻ കോപിക്കണ ഒരാളാണ് ദൈവം. കോപിക്കണോ നമ്മളെ എന്നുണ്ടെങ്കിൽ ആ കോപിക്കണ ദൈവത്തിനെ ഒരാളും പൂജിക്കേണ്ട. ഉറപ്പായിട്ടും നമ്മളെപ്പോലെ കോപവും ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉള്ളതാണ് ഈശ്വരൻ എന്നുണ്ടെങ്കിൽ ആ ഈശ്വരൻ, അങ്ങനെ ഒരു ഈശ്വരനേ വേണ്ട. നമ്മളും ഈശ്വരനും തമ്മിൽ എന്താ പിന്നെ വ്യത്യാസമുള്ളത്? മനുഷ്യൻ മാനവൻ മാധവനാവണമെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള കാമക്രോധാദി വികാരങ്ങളെല്ലാം നശിച്ച് അവിടെ ആ പരമപ്രേമത്തിൻ്റെ ഭാവം നിറഞ്ഞു കഴിഞ്ഞാൽ മാനവൻ മാധവനായി മാറുകയാണ്. അപ്പോൾ ഈശ്വരന്മാർ കോപിക്കാനോ നമ്മളെ വധിക്കാനോ ഉള്ളവരൊന്നുമല്ല. അവർ നമ്മളെ സ്നേഹിക്കാൻ, നമുക്കത് തെറ്റ് വരുമ്പോൾ നമ്മളെ ആ തെറ്റ് ചെയ്യണത് കൊണ്ടാണ്. മഴ നനയരുത് എന്ന് പറഞ്ഞിട്ട് മഴ നനഞ്ഞിട്ട് ജലദോഷം പിടിച്ചു കഴിഞ്ഞാൽ നനയരുത് എന്ന് പറഞ്ഞ ആളുടെ കുഴപ്പമാണോ ജലദോഷം വരാൻ കാരണമല്ല, അയാളുടെ ശാപമൊന്നുമല്ല. അത് നനഞ്ഞതുകൊണ്ട് നമുക്കങ്ങനെ അനുഭവിക്കേണ്ടി വന്നു. അതുപോലെ ആ പവിത്രമായ ആ സന്നിധാനത്തിൽ ചെന്നിട്ട് നമ്മൾ നല്ലതിനായിട്ടായാലും എതിർക്കാനായിട്ടായാലും വേണ്ടില്ല, സംരക്ഷിക്കാനായിട്ടും ആയാലും വേണ്ടില്ല, അവിടുത്തെ ആ ചൈതന്യത്തിൻ്റെ, അവിടുത്തെ സമാധാന അന്തരീക്ഷം, ആ പവിത്രമായ അന്തരീക്ഷത്തെ നമ്മൾ മലിനമാക്കി തീർത്തു. അതുകൊണ്ട് ആ തപസ്സിൻ്റെ ശക്തി കുറഞ്ഞു. അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ എന്തെങ്കിലും? കാരണം ഈ അമ്പലങ്ങളിൽ ചെയ്യുന്നത് മുഴുവനും കർമ്മം കൊണ്ടാണ്. ഇവിടെയുള്ള പൂജകൾ കർമ്മത്തിനാണ് പ്രാധാന്യം കൊടുക്കണേ അമ്പലങ്ങളിൽ. കാരണം ഓരോന്ന് ഉത്സവങ്ങൾ, കാര്യങ്ങൾ, അതുപോലെ ശ്രീഭൂതബലി, കളഭാട്ടം എന്ന് പറഞ്ഞ ധാരാളം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ ആ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പൂജ ചെയ്യുമ്പോൾ അതിനൊന്നും ചുതി വരാൻ പാടില്ല. കർമ്മത്തിലാണോ നമ്മൾ ഊന്നൽ കൊടുക്കണേ, ആ കർമ്മത്തിന് തീരെ ചുതി വരാൻ പാടില്ല. അതുകൊണ്ടാണ് അമ്പലങ്ങളൊക്കെ അശുദ്ധമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം അവിടെ ശുദ്ധികർമ്മങ്ങളൊക്കെ ചെയ്ത്, കാരണം അത് ചെയ്തില്ല വെച്ചാൽ ആ ചൈതന്യം അവിടെ നിന്ന് നശിച്ചു പോകുന്നതാണ് പറയണേ. അമ്പലത്തിൻ്റെ ചൈതന്യം നശിച്ചു പോകുന്നതാണ് പറയണേ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇതൊക്കെ കറണ്ടൊക്കെ ഉണ്ട്, ഫാനൊക്കെ ഇട്ട് സുഖമായിട്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ ഓരോ സ്ഥലത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേടായി കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വൈദ്യുതിക്ക് എന്തെങ്കിലും വിഘ്നം വന്നാൽ ഈ ഫാൻ തിരിയില്ലല്ലോ. അപ്പോൾ നമ്മളതിന് റിപ്പയറൊക്കെ ചെയ്യേണ്ടി വരില്ലേ? അതുപോലെ തന്നെയാണ് ഈശ്വര ചൈതന്യത്തെ അവിടെ ആവാഹിച്ചിട്ട് ആ ചൈതന്യത്തിനെ നമ്മൾ ഒരു സ്രോതസ് എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കണം. ആ ചൈതന്യത്തിനെ നമ്മൾ നാമങ്ങളെ കൊണ്ടും മന്ത്രങ്ങളെ കൊണ്ടും ഭക്തി കൊണ്ടും സത്സംഗങ്ങളെ കൊണ്ടും ഒരു ഭാഗത്ത് നിർത്തി നമ്മളതിനെ അനുഭവിക്കുകയാണ്. അങ്ങനെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണേ. നിറഞ്ഞു നിൽക്കണതിനെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കണില്ല. അപ്പോൾ അതിനെ ഇപ്പോൾ എല്ലാ ദിക്കിലും കാറ്റുണ്ടെങ്കിലും നമുക്ക് ഉഷ്ണം മാറുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിശറിയെടുത്ത് വീശിയേ അല്ലെങ്കിൽ ആ ഫാനിട്ടിട്ട് ആ കാറ്റ് കൊണ്ടിട്ട് നമ്മൾ മാറ്റും. എല്ലാ ദിക്കിലും ഉണ്ട് കാറ്റ് എന്ന് പറഞ്ഞിട്ട് വായു നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കത് അനുഭവം ആവണില്ല. അതുപോലെ ഈ സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കണ ബ്രഹ്മം അനുഭവം ആവണില്ല. അനുഭവം ആവാൻ വേണ്ടിയിട്ടാണ് സാക്ഷാൽ ആ ബ്രഹ്മം പല പല രൂപഭാവങ്ങളിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഓരോന്നും അമ്പലങ്ങളും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചൈതന്യത്തിനെ നിലനിർത്തണം. അത് തമ്മിത്തല്ലിടാനോ വഴക്കിടാനോ വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഏതിൻ്റെ പേരിലായാലും നമ്മൾ വഴക്കിട്ട് കഴിഞ്ഞാൽ അത് ആ ചൈതന്യത്തിൻ്റെ വിഘ്നമായിട്ട് ഭവിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ ഇപ്പോൾ ലൈറ്റ് പോയി കഴിഞ്ഞാൽ കറണ്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് പവർ പോയി കഴിഞ്ഞാൽ ഏത് നിലയ്ക്കായാലും വേണ്ടില്ല, പോയി കഴിഞ്ഞാൽ കണ്ണ് കാണില്ലല്ലോ. അതുപോലെയാണ് പിന്നെന്താ ചെയ്യേണ്ടത്? അത് പിന്നെ ശരിയാക്കി ഉണ്ടാക്കി കൊണ്ടുവരണവരെ ആ ഇരുട്ടത്തി ഇരിക്കുക തന്നെ വേണം. അപ്പം ഇനിയും അങ്ങനെയുള്ള ആ കാര്യങ്ങൾക്ക് നമ്മൾ
ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ രണ്ടാമത് നന്നായി ചിന്തിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അടുത്ത ദിവസം മുതൽ നമുക്ക് ഭഗവാന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് അനുസ്മരിക്കാം. പിന്നെ ഓരോരുത്തരുടെ അനുഭവ കഥകളും പലതും പറഞ്ഞത് അതെല്ലാം കൂടിയിട്ട് അനുസ്മരിച്ചിട്ട് ഇത്തവണത്തെ ഈ ശാസ്താരം എന്നുള്ള ഈ മഹായജ്ഞത്തിൽ ചെറിയ ഒരു ഭാഗഭാക്കാവാൻ കഴിഞ്ഞതിൽ ആ ഉളനാട് ഉണ്ണിക്കണ്ണനോട് ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് പ്രണാമം അർപ്പിക്കുകയാണ്. എല്ലാവരുടെ പാദങ്ങളിലും വിനീതമായിട്ടുള്ള നമസ്കാരം. നാളെ നമുക്ക് അയ്യപ്പചരിതം അറിയണ പോലെ അനുസ്മരിക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ വാക്കുകളെല്ലാം ഉണ്ണിക്കണ്ണൻ്റെ പാദത്തിൽ സമർപ്പിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹരസുതനേ ശരണമയ്യപ്പ. രാധേശ്യാം.